ലോകത്തെ തന്നെ അമ്പരപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയുടെ കയ്യടി നേടിക്കൊണ്ട് കഴിഞ്ഞ ദിവസം അമിത്ഷാ ഒരു വലിയ പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു പ്രൊജക്ട് ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് സഹകരണ അടിസ്ഥാനത്തിൽ ഒരു വലിയ ടാക്സി സംവിധാനം ഒരുങ്ങുന്നു. സാധാരണപ്പെട്ടവർക്ക് പോലും യാത്രാക്ലേശം പരിഹരിച്ചുകൊണ്ട് സാധാരണപ്പെട്ടവർക്ക് പോലും ടാക്സിയിൽ യാത്ര ചെയ്യാവുന്ന തരത്തിലേക്ക് ഒരു വലിയ സഹകരണ ടാക്സി നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ഒന്നാണിത്. എങ്കിൽ പോലും കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം. ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രീ അമിത്ഷാ പറഞ്ഞത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും ദ്വാരക മുതൽ കാമാഖ്യ വരെയും, അതായത് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിലും പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെയും ഒപ്പം തന്നെ തെക്ക് വടക്ക് ഈ ടാക്സി സംവിധാനം, അതായത് ഭാരത് ടാക്സി സംവിധാനം വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിലവിൽ ഇതിന്റെ ഈ പൈലറ്റ് ആയിട്ടുള്ള പ്രൊജക്ട് നടന്നു വരികയായിരുന്നു. ഗുജറാത്തിലും ദില്ലിയിലും ഒക്കെയാണ് ഇത് ട്രയലായിട്ട് കഴിഞ്ഞ കുറെ മാസങ്ങളായി ഓടിക്കൊണ്ടിരുന്നത്. അതിൽ തന്നെ 10 കോടി രൂപയാണ് അതിൽ രജിസ്റ്റർ ചെയ്ത ടാക്സി ഡ്രൈവർമാർക്ക് ലാഭമായി കിട്ടിയത്. ഏതാണ്ട് 3 ലക്ഷത്തോളം ടാക്സി ഡ്രൈവർമാർ ഇതുവരെ ഇതിൽ അംഗങ്ങളായിട്ടുണ്ട്. ഇതിൽ കുറഞ്ഞ മുതൽ മുടക്കിൽ സഹകരണ അടിസ്ഥാനത്തിലാണിത്. യൂബർ, ഒലെ, റാപ്പിഡോ തുടങ്ങിയ ടാക്സി സർവീസുകളാണ് ഇന്ന് ഇന്ത്യൻ നിരത്തുകളുള്ളത്. നമുക്കൊക്കെ സുപരിചിതവുമാണ്. അത്തരത്തിലാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പല വേർഷൻ ഈ ഭാരത് ടാക്സി ഗുജറാത്തിലും ദില്ലിയിലും ഒക്കെ ഓടി തുടങ്ങിയിട്ട് കുറെ നാളായി. ഇപ്പോൾ രാജ്യവ്യാപകമായി തന്നെ അതിന് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. 8 മുൻനിര സഹകരണ സംഘടനകളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് ഇത് നടപ്പാക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ ജോയിൻ ചെയ്യുന്ന ഡ്രൈവർമാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അതായത് ലാഭം ഈ ഡ്രൈവർമാർക്ക് വീതിച്ചു നൽകുക എന്നുള്ളതാണ്. അതായത് കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ ടാക്സികൾ കുറഞ്ഞ ചെലവിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുക, ഒപ്പം തന്നെ ഡ്രൈവർമാർക്ക് കൂടുതൽ ലാഭകരമായ സർവീസ് ആക്കുക എന്നുള്ളതാണ്. ഇത് വരുന്നതോടുകൂടി തന്നെ ഒലെ, യൂബർ അടക്കമുള്ള സംവിധാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് കെട്ടേണ്ടതായിട്ടും വരും. നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനോട് വേണ്ടി ടാക്സി എന്ന് പറയുമ്പോൾ കാർ മാത്രമല്ല, ഇതിൽ മുച്ചക്രം, അതായത് ഓട്ടോ അടക്കമുള്ള വാഹനങ്ങൾ വരുന്നുണ്ട്. 2 വീലർ, ഗോവ അടക്കമുള്ളിടത്തൊക്കെ 2 വീലർ ടാക്സികൾ വ്യാപകമാണ്. അത്തരത്തിലുള്ളതും കൂടെ ഈ ഒരു സംവിധാനത്തിന് ഈ പ്ലാറ്റ്ഫോമിൽ കീഴിൽ വരും. ഏതായാലും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സഹകരണ അടിസ്ഥാനത്തിലുള്ള റൈഡ് ഹൈലൈറ്റിംഗ് സംവിധാനമാണ് ഇത്. ഏതായാലും ഒരു വലിയ പ്രഖ്യാപനം എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ കുറെ കാലമായി കേന്ദ്ര സർക്കാർ ഈ പ്രൊജക്ടിന്റെ പുറയിലായിരുന്നു. ഇപ്പോൾ ഇത് ട്രയൽ റൺ നടത്തിയപ്പോൾ തന്നെ, കഴിഞ്ഞ കുറെ മാസങ്ങളായി ഗുജറാത്തിൽ ദില്ലിയിൽ നടത്തിയപ്പോൾ തന്നെ ഏതാണ്ട് 10 കോടി രൂപ ഡ്രൈവർമാർക്ക് ലഭിച്ചു. അതിൽ ഓടിയ ഡ്രൈവർമാർക്ക് എല്ലാം കൂടി 10 കോടി രൂപയുടെ ലാഭമാണ് ഉണ്ടായെന്ന് പറയുമ്പോൾ അതൊരു വൻ വിജയമാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ ഈ ഒരു സംവിധാനത്തിന് കീഴിലേക്ക് കൊണ്ടുവരുന്നത്. 3 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ എല്ലായിടത്തും ഈ ടാക്സി സംവിധാനം വരുമെന്ന് കൂടി അമിത്ഷാ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.